വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നറിലേക്ക് സ്പെഷ്യലായിട്ട് കപ്പ ചെറുപയറും കൂടെ പുഴുക്ക് പ്ലസ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിൽ ഇതുപോലെ ചെറുപയർ, പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്താലും കുഴപ്പമില്ല, ഇങ്ങനെ കടിച്ചെടുക്കാൻ പാടില്ല, നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കപ്പ പൊളിച്ച് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ കുക്കറിൽ വേവിക്കുന്നില്ല, അല്ലാതെ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുപയർ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് കപ്പയ്ക്ക് വേവ കറക്റ്റ് ആയില്ലെങ്കിൽ കപ്പയുടെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടെ ചെറുപയറിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഇട്ട് വേവിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കൂടെ അത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കുഴമ്പ് രൂപത്തിൽ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ കപ്പക്കറിയും നമ്മൾ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഇതുപോലെ. ഞാൻ ചെറുപയറിൽ ചേർത്ത് കൊടുത്താൽ പച്ചമുളക് കീറിയല്ല ഇട്ടത്, മുഴുവനായിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വെന്ത് കഴിയുമ്പോൾ അതങ്ങെടുത്ത് മാറ്റി വയ്ക്കും. കണ്ടില്ലേ, കാരണം നമുക്കൊന്നും ഒരുപാട് എരിവ് വേണ്ട. അതുപോലെ കടുക് പൊട്ടിച്ചെടുക്കാനാണെങ്കിൽ കടുക് ഇട്ട് കൊടുത്ത് ഉള്ളിയും വറ്റൽമുളക് ഇടുന്നവർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. വറ്റൽമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോഴത്തേക്കും ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല, എരിവ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉള്ളിയും കടുകും ഇട്ട് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഈ കപ്പ പുഴുങ്ങിയതിൻ്റെ മാറ്റി വെച്ചിട്ടില്ലേ അതിലേക്കും കൂടെ ആഡ് ചെയ്ത് വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ്, ഒരു മണമൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടിട്ടുണ്ട് കപ്പ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് പൊറോട്ട ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് കൂടെ ടേസ്റ്റ് ആട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കപ്പയുടെയും ചപ്പാത്തിയുടെയും കൂടെ ബ്രൂ കോഫി കൂടെ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്. ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒരു സ്പൂൺ വെച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് ശക്തിയിൽ ഇതുപോലെ ഗ്ലാസ്സിൽ നിന്ന് മുറുക്കെ പിടിക്കണം, താഴെ പിന്നെ പൊട്ടരുത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തൊന്ന് പതപ്പിച്ചെടുക്കുക നല്ലവണ്ണം. ഇത് എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എന്നിട്ട് കുറച്ച് ചൂട് പാലോട് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങനെ ബ്രൂ കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കൂടെ കപ്പ ചെറുപയർ പുഴുക്ക്. ഞാനൊരു നാരങ്ങ കഷ്ണം കൂടെ കൂട്ടി അത് കഴിച്ചു നോക്കുവാണ്. അതല്ലാതെ നമുക്കിതിൻ്റെ കൂടെ മീൻകറി കൂടെ കൂട്ടി കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലതാണ്. അപ്പോൾ കപ്പയുടെ കൂടെ നമുക്ക് അല്ലാതെ തന്നെ കോമ്പിനേഷനായിട്ട് മീൻകറി ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കപ്പ ഇതുപോലെ കുഴച്ച് ചെറുപയർ കൂട്ടി പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ മീൻകറി കഴിക്കുവാണെങ്കിലും നല്ലതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണം, കമൻസൊക്കെ ഇടണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം ഇതാ നമ്മുടെ കപ്പപ്പുഴുക്ക് ബ്രൂ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. താങ്ക് യു.